ഇതാണ് മിനി, ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പി. IAS ആകാനാണ് ഇഷ്ടം. ഫ്ലെക്സ് വയ്ക്കുമ്പോൾ പേരിനൊപ്പമുള്ള ഡിഗ്രികളിൽ എല്ലാ അക്ഷരങ്ങളും വേണമെന്ന് മിനിക്ക് നിർബന്ധമാണ്. അതിനുള്ള പരിശ്രമം ഇപ്പോഴേ തുടങ്ങി. പഠിപ്പി മിനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇതാണ് സജീന, ക്ലാസ്സിലെ ഏക പാത്തുമ്മ, ഒരു പാവം കുട്ടി. ഇത് സിനിമോൾ, 5Bയിലെ ചട്ടമ്പി. കുത്തിയ കൊതുകിനെ കുപ്പിയിലാക്കി അതിനകത്ത് ചന്ദനത്തിരിയുടെ പുക കയറ്റി മയങ്ങി വീണ കൊതുകിനെ വെള്ളത്തിൽ മുക്കി ദാരുണമായി കൊല ചെയ്തവളാണിവൾ. സ്കൂളിലെ സ്പീക്കർ പോലും ഇവളുടെ ശബ്ദത്തിന് മുന്നിൽ കുമ്പിട്ട് കിടന്നിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും കാണുമല്ലോ ഒരു BBC. ഇവളാണവൾ, മായ. വിവരങ്ങൾ ചോർത്തി സ്കൂൾ മുഴുവനും അറിയിക്കുമെങ്കിലും ഇവൾ ഒരു ഉപദ്രവകാരിയല്ല. ക്ലാസ്സിലെ പെർഫെക്റ്റ് ജെന്റിൽമാൻ രാജീവ്. ഇവനാണ് തീറ്റ പ്രദീപ്. ഉച്ചഭക്ഷണം ഉണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് സ്കൂളിൽ വരുന്നവൻ. സ്വന്തമായി ഒരു ഹോട്ടൽ തുടങ്ങണമെന്നാണ് ആഗ്രഹം. ദൈവമേ, ഹോട്ടലിനെ കാത്തോണേ. കാട്ടിൽ കോഴി, കൂട്ടിൽ കോഴി, സ്കൂളിൽ കോഴി. ആ കോഴിയാണ് ഈ കോഴി, കോഴി വനജ. എന്തോരം കോഴിത്തരം ചെയ്തിട്ടും ഒരു ലൈൻ പോലും സെറ്റായിട്ടില്ല. പിന്നെ സഞ്ചരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ കൂടിയാണിവൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഇവളെ കൊണ്ടുണ്ടാക്കാൻ പറ്റും. അതിനാൽ കുട്ടികളുടെ ഇടയിൽ ഇവൾ അറിയപ്പെടുന്നത് പാരരാജി എന്നാണ്. സുദേവൻ, പേര് പോലെ നല്ലവൻ. ഇവളാണ് കൂട്ടത്തിലെ മെയിൻ, അമ്പിളി. സ്നേഹിച്ചാൽ തിരിച്ചും സ്നേഹിക്കും, എന്നാൽ ചൊറിഞ്ഞാൽ. എടി സജീനെ, ബെല്ലടിച്ചിട്ട് 5 മിനിറ്റ് ആയല്ലോ, എന്ത് ടീച്ചറിനെ കാണുന്നില്ലല്ലോ? ടീച്ചർ ഇന്ന് വന്നിട്ടില്ല. ടീച്ചറിന്റെ അമ്മായച്ചൻ ആശുപത്രിയില്ല. അത് നീ എങ്ങനെ അറിഞ്ഞു മായേ? ചോക്ക് എടുക്കാൻ സ്റ്റാഫ് റൂമിൽ പോയപ്പം ശാരദ ടീച്ചർ കമൽ ടീച്ചറിനോട് പറയുന്നത് കേട്ടതാ. അപ്പൊ ടീച്ചർ ഇല്ലേ? പതുക്കെ പറയടി ശരി. ആ പഠിപ്പിമിനി കേട്ടാൽ കണക്ക് സാറിനെ വിളിച്ചോണ്ട് വരും. നമുക്കെന്നാ പ്രേതകഥ പറഞ്ഞാലോ? വാ പറയാം. എടി, ഞാനിവിടെ ഇരുന്നോട്ടെ പ്രേതകഥ കേൾക്കാൻ. നീ പോടി പാരരാജി, നീ ഇവിടെ ഇരിക്കണ്ട. ഞാൻ പറയാം. പണ്ട് ഒരു അങ്കിളും ആന്റിയും ഒരു വീട്ടിൽ താമസിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ അവരുടെ ഭിത്തിയിൽ ചോര. എടാ പ്രദീപേ, പേനപ്പറ്റി കളിക്കാം. ഓ, ഞാനില്ലടാ, രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് വയ്യടാ. സുദേവ, നീ വരുന്നോ? വാട കളിക്കാം. ഈ ടീച്ചർ എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത്? ഇനി എന്തെങ്കിലും മീറ്റിങ്ങിനോ മറ്റോ പോയി കാണുമോ? എടി വനജേ, നീ ബിന്ദു ടീച്ചറിന്റെ അസൈൻമെന്റ് എഴുതിയോ? ടീച്ചർ ഇന്ന് വന്നില്ലടി. ടീച്ചറിന്റെ അമ്മായിച്ചൻ ഹോസ്പിറ്റലിലാ. ടീച്ചർ ഇല്ല എന്ന് പഠിപ്പി മിനിയോട് പറഞ്ഞ് വേറെ ടീച്ചറിനെ വിളിപ്പിക്കാം. അങ്ങനെ ഇവളുമാര് കഥ പറഞ്ഞിരിക്കണ്ട. എടി മിനി, ഇന്ന് ബിന്ദു ടീച്ചർ ഇല്ല. ടീച്ചറിന്റെ അമ്മായിച്ചൻ ഹോസ്പിറ്റലിലാ. ആണോ? എങ്കിൽ ഞാൻ വേറെ ടീച്ചറിനെ വിളിച്ചോണ്ട് വരാം. പഠിപ്പി മിനി സന്ധി ടീച്ചറിനെ വിളിച്ചോണ്ട് വരുന്നു. ഇവളെങ്ങനെ അറിഞ്ഞു ബിന്ദു ടീച്ചർ ഇല്ലെന്ന്? എല്ലാരും ഇരിക്കേ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണമാണ്. അപ്പോ പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാല് ഇനി എങ്ങനെ അറിഞ്ഞു ബിന്ദു ടീച്ചർ ഇല്ലെന്ന്? ഞാൻ രാജിയോട് പറഞ്ഞായിരുന്നു ടീച്ചർ ഇല്ലെന്ന്. അപ്പോൾ അവൾ തന്നെ പഠിപ്പിയോട് പറഞ്ഞത്. അവളെ പ്രേതകഥ പറയാൻ ഇരുത്തിയില്ലല്ലോ, അതിന് തന്ന പണിയാ. അവളെ ഇങ്ങനെ വിട്ട പറ്റില്ല, ഒരു പണി കൊടുക്കണം. എങ്ങനെ? നിങ്ങൾ നോക്കിക്കോ.